ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോ കാണുമ്പോൾ നമുക്കൊരു ഓണം വൈബാണ് കേട്ടോ തോന്നുന്നത്. എല്ലാവരും ഇന്ന് കേരളപ്പിറവിയൊക്കെ ആയതുകൊണ്ട് തന്നെ സെറ്റ് മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ വന്നിട്ട് തന്നെ ലാലേട്ടൻ ചോദിക്കുന്നത് അനീഷിൻ്റെയും അനുവിൻ്റെയും പ്രണയത്തെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഒരു പ്രണയം മണക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ തോന്നി ലാലേട്ട, ഞാനത് തുറന്നു പറഞ്ഞു. അപ്പോൾ അക്ബറൊക്കെ എന്നിട്ട് കൊച്ചു കള്ള ചിരി നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു വൈബായിട്ടുള്ള, കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു ഫീല്, നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് ഒരു ചിരി വരുന്ന രീതിയിലുള്ള ഒരു പ്രൊമോ ആണ് കേട്ടോ എന്നിട്ടുള്ളത്. അല്ലാതെ ഓരോ വീക്കെൻഡിലും പ്രൊമോ വരുമ്പോൾ ഇന്ന് ആരെയാ വഴക്ക് പറയുന്നത്, ഇന്ന് ആരൊക്കെയാണ് എവിക്റ്റ് ആവുന്ന, ആ ഒരു ടെൻഷൻ, ആ ഒരു ഇതായിരിക്കുമല്ലോ, ക്യൂരിയോസിറ്റി ആയിരിക്കുമല്ലോ നമുക്ക് പ്രൊമോ കാണുമ്പോൾ. പക്ഷെ ഇന്നത്തെ പ്രൊമോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. കാണുമ്പോൾ നമുക്കൊരു എന്തൊരു ഹാപ്പി ഫീൽ എന്നറിയോ, ആ ഒരു രീതിയിലുള്ളൊരു പ്രൊമോ ആണ്. അതിന് പറ്റിയ ഒരു കൂടി ഇട്ടിട്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അനുവിന് പക്ഷേ ഈ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതിൽ ഒരു ദേഷ്യമോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അനു നല്ല ചിരിച്ച പോലെ തന്നെ അനുവിന് നന്നായിട്ട് ഈ കാര്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ആർക്കും ഒരു വിഷമം വരാത്ത രീതിയിൽ അനു ആ കാര്യം, ഇന്നലെ അനുവിൻ്റെ പ്രാരബ്ധങ്ങളൊക്കെ പറഞ്ഞ് അനീഷിനോട് പറഞ്ഞപ്പോൾ അനീഷ് ദേഷ്യപ്പെട്ട് പോയി. ആ ഒരു ഇന്നലത്തെ ഡേ മൊത്തം ശോകമായിട്ടിരുന്നെങ്കിലും ഇന്ന് നല്ല പ്രസൻറ്റ് ഫീലിലാണ് കേട്ടോ. അനീഷിൻ്റെ ചിരി കണ്ടിട്ട് ഷാനവാസ് കണ്ണെടുക്കാതെ അനീഷിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ കല്യാണം കൂടാൻ വരേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരു കിടിലം പ്രൊമോ തന്നെ ആയിരുന്നു കേട്ടോ. എപ്പിസോഡിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗുമാണ്.